പി. 31 വർഷം മുൻപ് CPM-കാർ കാലുകൾ വെട്ടിമാറ്റിയ സി സദാനന്ദനെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തു. തീരുമാനം പാർട്ടിക്ക് കരുത്തു പകരുമെന്ന് സദാനന്ദൻ ന്യൂസ് 18നോട്. 35 നഗരസഭകളിലും 300 പഞ്ചായത്തിലും ഭരണം പിടിക്കാൻ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ കർമ്മ പദ്ധതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് UDF-ൽ കരുനീക്കങ്ങൾ. തിരിച്ചുപിടിക്കാൻ കോതമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. പകരം ജോസഫ് ഗ്രൂപ്പിന് പെരുമ്പാവൂർ. ജിൻഡോ ജോൺ കോതമംഗലത്തിറങ്ങിയാൽ എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റ് തുലാസിൽ. മട്ടന്നൂർ ഇനി വേണ്ട, കയ്പമംഗലം തിരികെ വേണമെന്ന RSP. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ചെന്നൈ പോർട്ടിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി പോയ ഗുഡ്സ് ട്രെയിനിൽ പാളം തെറ്റി തീപിടിച്ചു. 6 വാഗണുകൾ കത്തിനശിച്ചു. ആളപായമില്ല. അപകടം തിരുവള്ളൂരിൽ പുലർച്ചെ 5:30-ഓടെ. അട്ടിമറി സാധ്യതയില്ലെന്ന് നിഗമനം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച പാലക്കാട് കുമരപുത്തൂർ സ്വദേശി നിപ്പ പോസിറ്റീവ്. മണ്ണാർക്കാട് പ്രദേശം വീണ്ടും ആശങ്കയിൽ. മരിച്ചയാളുടെ വീടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ ജാഗ്രത. എറണാകുളം നെട്ടൂരിൽ എലിപ്പനി ബാധിച്ച് വീട്ടമ്മ മരിച്ചു. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ കടുംപിടുത്തം വിട്ടതോടെ സമവായത്തിന് വഴിതെളിഞ്ഞു. ചർച്ചയ്ക്ക് സമസ്ത എപ്പോഴും തയ്യാറെന്ന് നേതാക്കൾ. ക്ഷണിച്ചാൽ സമയം കളയില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിനെതിരെ വിമർശനം തുടർന്ന് സമസ്ത മുഖപത്രം സുപ്രഭാതം. പാലക്കാട് പൊൽപ്പുള്ളിയിൽ 2 കുഞ്ഞുങ്ങളുടെ മരണത്തിനിടയാക്കിയ കാറിലെ പൊട്ടിത്തെറി. പെട്രോൾ ട്യൂബിലെ ചോർച്ച മൂലം. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടാങ്കിലേക്ക് തീ പടർന്നു. എംലിനയുടെയും ആൽഫ്രഡിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സംസ്കാരം പിന്നീട്. അമ്മയുടെ നില ഗുരുതരമായി തുടരുന്നു. ചരിത്രം കുറിച്ച് ശുഭാംശു ശുക്ല നാളെ ഭൂമിയിലേക്ക് തിരിക്കും. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ആക്സിയം 4 സംഘത്തിന്റെ മടക്കയാത്ര നാളെ വൈകിട്ട് 4:30-ഓടെ. പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൌൺ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക്. ഇന്ത്യൻ സമയം രാത്രി 7:30-ക്ക് നിലയത്തിൽ യാത്രയയപ്പ്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദൻ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സദാനന്ദൻ ഉൾപ്പെടെ 4 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിന് ശക്തി പകരുന്ന തീരുമാനമാണ് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചതെന്ന് സി സദാനന്ദൻ പ്രതികരിച്ചു. ധൈര്യത്തിന്റെ പ്രതീകമാണ് അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ മേഖലയിലെ പ്രാവീണ്യവും അവർ രാജ്യത്തിന് നൽകിയ സംഭാവനകളും പരിഗണിച്ച് 12 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇതിൽ 4 പേരുടെ ഒഴിവാണ് ഇപ്പോൾ നികത്തിയത്. കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് സി സദാനന്ദൻ, അഭിഭാഷകൻ ഉജ്ജ്വൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ സിംഗ്ല, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത്. നിലവിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷനാണ് സി സദാനന്ദൻ. 1994 ജനുവരി 25-ന് RSS CPM സംഘർഷത്തിൽ അദ്ദേഹത്തിന് ഇരുകാലുകളും നഷ്ടമായി. കണ്ണൂർ രാഷ്ട്രീയത്തിൽ കലുഷിതമായ നാളുകളായിരുന്നു ഇത്. ഇതിന് തുടർച്ചയായാണ് അന്നത്തെ SFI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KV സുധീഷ് കൊല്ലപ്പെട്ടത്. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി സദാനന്ദന്റെ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം ദേശീയതലത്തിൽ തന്നെ ചർച്ചയാക്കാൻ BJPക്കായി. തീരുമാനം കേരളത്തിലെ BJPക്ക് കരുത്തു പകരുമെന്ന് സി സദാനന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിനുള്ള അംഗീകാരമാണ്. പാർട്ടി എന്നും കരുതലോടെ തന്നെയാണ് കേരളത്തെ കണ്ടിരുന്നത്. കേരളത്തിലെ ജനങ്ങളെയും കേരളത്തെയും വികസനത്തിൻ്റെ പുതിയ ചക്രവാളത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന കർമ്മ പദ്ധതികൾ ധാരാളം പാർട്ടി നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു നിയോഗവും. ധൈര്യത്തിന്റെ പ്രതീകമാണ് സദാനന്ദനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്താണ് RSSുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സി സദാനന്ദന്റെ രാജ്യസഭാ പ്രവേശനം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. 300 പഞ്ചായത്തുകളും 35-ലധികം നഗരസഭകളും പിടിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കി BJP. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ചേർന്ന കോർ കമ്മിറ്റിയാണ് തന്ത്രം ആവിഷ്കരിച്ചത്. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കാൻ പ്രത്യേക തന്ത്രം മെനയും. സ്ഥാനമാനങ്ങളോ സീറ്റോ കിട്ടിയില്ലെന്ന പരാതി ആർക്കും വേണ്ടെന്ന് യോഗത്തിൽ നേതാക്കൾക്ക് അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. ബലിദാനികളുടെ നാടാണ് കേരളമെന്നും അതിനപ്പുറത്തേക്ക് വലിയ ത്യാഗമൊന്നും ആരും ചെയ്തിട്ടില്ലെന്നും അമിത്ഷാ കോർ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു.
യോഗത്തിന്റെ തുടക്കവും ഒടുക്കവും നേതാക്കൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അമിത്ഷാ കോർ കമ്മിറ്റി യോഗത്തിൽ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. 300 പഞ്ചായത്തുകളെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിക്കണം, 35 മുനിസിപ്പാലിറ്റികളെങ്കിലും പിടിക്കുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കാൻ പ്രത്യേക തന്ത്രം പയറ്റണം. തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ 6000 അംഗങ്ങളെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJPക്ക് ഉണ്ടാകണമെന്ന് അമിത്ഷാ നിർദ്ദേശം നൽകി. തീരുമാനങ്ങൾ നടപ്പായോ എന്ന് വിലയിരുത്താൻ ഓഗസ്റ്റിൽ വീണ്ടും അമിത്ഷാ കേരളത്തിലെത്തും. സ്ഥാനമാനങ്ങളോ സീറ്റോ കിട്ടിയില്ലെന്ന പരാതി ആർക്കും വേണ്ട. ജീവത്യാഗം ചെയ്ത ബലിദാനികളുടെ നാടാണ് കേരളം. അതിനപ്പുറത്തേക്ക് വലിയ ത്യാഗമൊന്നും ആരും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. ഗ്രൂപ്പിനതീതമായി പരാതിയില്ലാത്തവരായി ശക്തമായി മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശമാണ് ഫലത്തിൽ അമിത്ഷാ നൽകിയത്. ഇതിന്റെ തുടർച്ചയാണ് CPM അക്രമത്തിൽ കാലുകൾ നഷ്ടമായ C സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാംഗത്വം. പുതുതായി വരുന്നവർക്ക് മാത്രം പദവി നൽകുന്നു എന്ന പരാതി അവസാനിപ്പിക്കാനും BJP കേന്ദ്ര നേതൃത്വം ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. BJPയുടെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പാർട്ടി നേതൃത്വത്തിലെ സാമുദായിക സന്തുലനം അട്ടിമറിച്ചുവെന്ന് വിമർശനം. ഈഴവ സമുദായത്തിലെയും പിന്നാക്ക സമുദായത്തിലെയും നേതാക്കളെ ഒരുപോലെ തഴഞ്ഞു എന്നാണ് പരാതി ഉയരുന്നത്. സേവ് BJP ഫോറത്തിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ നേതൃത്വത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ കരയോഗം കമ്മിറ്റി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സവർണ പാർട്ടി എന്ന രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന കമ്മിറ്റിയാണ് രാജീവ് ചന്ദ്രശേഖരന്റേതെന്നാണ് പാർട്ടിക്കുള്ളിലെ വിമർശനം. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ നായർ, ഈഴവ വിഭാഗങ്ങൾക്ക് 40% വീതവും പട്ടികജാതിക്കാർക്കും ക്രൈസ്തവർക്കും 10% വീതവും കമ്മിറ്റികളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കിയിരുന്നു എന്നാണ് സുരേന്ദ്ര വിഭാഗം പറയുന്നത്. ഇപ്പോൾ 27 അംഗ ഭാരവാഹി പട്ടികയിൽ 3 പേർ മാത്രമാണ് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളവർ. 17 പേരും നായർ സമുദായാംഗങ്ങൾ. 5 മേഖലാ കൺവീനർമാരിൽ 4 പേരും ജനറൽ വിഭാഗക്കാർ. 9 വക്താക്കളിൽ മുഴുവൻ പേരും ജനറൽ വിഭാഗക്കാർ. ഇതുവരെ പ്രഖ്യാപിച്ച 41 ചുമതലക്കാരിൽ 28 പേർ നായർ സമുദായാംഗങ്ങളും 2 പേർ നമ്പൂതിരിമാരാണെന്നും സേഫ് BJP ഫോറം സമുദായ കണക്ക് നിരത്തുന്നു. BJP കേരളത്തിൽ NJP അഥവാ നായർ ജനതാ പാർട്ടിയായി അധപ്പതിച്ചുവെന്നും പരിഹാസമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നിപ മരണം സ്ഥിരീകരിച്ചതോടെ പാലക്കാട് മണ്ണാർക്കാട് വീണ്ടും ആശങ്ക. മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശിയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. നിപ സ്ഥിരീകരിച്ചതോടെ വീടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പനിയും ശ്വാസതടസ്സവും ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളുമായി 58-കാരനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചത്. ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകുന്നേരം മരിച്ചു. അതിനുശേഷമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും നിപ സ്ഥിരീകരിച്ചുള്ള പരിശോധനാ ഫലം പുറത്തുവന്നത്. സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അയച്ചിട്ടുണ്ട്. നിപ സ്ഥിരീകരണം വന്ന സാഹചര്യത്തിൽ കുമരംപുത്തൂർ സ്വദേശിയുടെ വീടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഏറെ വൈകാതെ പ്രഖ്യാപിക്കും. മരിച്ച ആളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പോകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടയാളല്ല കുമരംപുത്തൂരിൽ നിപ ബാധിച്ച് മരിച്ചത്. തച്ചനാട്ടുകരയും കുമരംപുത്തൂരും തമ്മിൽ 15 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ഈ സാഹചര്യത്തിൽ രോഗത്തിന്റെ പ്രഭവകേന്ദ്രത്തെക്കുറിച്ചും അവ്യക്തതകൾ ഏറെയാണ്. ന്യൂസ് 18 പാലക്കാട്. എറണാകുളത്ത് എലിപ്പനി ബാധിച്ച് വീട്ടമ്മ മരിച്ചു. നെട്ടൂർ സ്വദേശി രമയാണ് രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നത്. നെട്ടൂർ ശാന്തിവനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. പാലക്കാട് പൊൽപ്പുള്ളിയിൽ 2 കുട്ടികളുടെ ദാരുണാന്ത്യത്തിനിടയാക്കിയ കാർ പൊട്ടിത്തെറിക്ക് കാരണം പെട്രോൾ ടാങ്കിലേക്ക് തീ പടർന്നതാകാമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. പെട്രോൾ ട്യൂബ് ചോർന്നതിനാൽ വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്പാർക്ക് ഉണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കുട്ടികളുടെ മൃതദേഹം പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കാറിന്റെ പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടറിന് മുകളിലേക്ക് ഇന്ധനം വീണിരിക്കാമെന്നും വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്പാർക്കുണ്ടായി തീ പെട്രോൾ ടാങ്കിലേക്ക് പടർന്നതാകാമെന്നുമാണ് പ്രാഥമിക വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ട് സാധ്യത പരിശോധിക്കുന്നുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. 2002 മോഡൽ കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച എമിലീനയുടെയും ആൽഫ്രഡിന്റെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമ്മ എൽസി ജോലി ചെയ്തിരുന്ന പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. കുട്ടികളുടെ സംസ്കാരം പിന്നീട് തീരുമാനിക്കും. സംസ്കാരത്തിനുള്ള ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നും കുടുംബത്തിന് ധനസഹായം ഉറപ്പാക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഇവർക്കൊപ്പം പരിക്കേറ്റ അമ്മ എൽസിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്.
മൂത്തമകൾ അലീന അപകടനില തരണം ചെയ്തു. ന്യൂസ് 18 പാലക്കാട്, കൊച്ചി. കൊച്ചിയിൽ MDMAയുമായി അറസ്റ്റിലായ യൂട്യൂബർ റിൻസിയുടെ ഫോൺ കോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട സിനിമാ പ്രവർത്തകരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം. സിനിമാ താരങ്ങളും സംവിധായകനും ഉൾപ്പെടെ 4 പേരെ ഫോണിൽ വിളിച്ച് പോലീസ് വിവരം തേടി. 4 മാസത്തിലേറെയായി റിൻസിയെ സ്ഥിരമായി ഇവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി പോലീസിന് വ്യക്തമായി. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ 4 പേരെയാണ് ഫോണിൽ വിളിച്ച് പോലീസ് വിവരങ്ങൾ തേടിയത്. ഒരു സംവിധായകനെയും വിളിച്ചു. 4 മാസത്തിലേറെയായി റിൻസിയെ സ്ഥിരമായി ഫോണിൽ വിളിച്ചവരാണിവർ. വരാനിരിക്കുന്ന സിനിമയുടെ പ്രൊമോഷനുകളുടെ ഭാഗമായാണ് റിൻസിയെ വിളിച്ചതെന്നാണ് ചിലരുടെ വിശദീകരണം. സൗഹൃദ സംഭാഷണത്തിന് വിളിച്ചെന്നാണ് മറ്റു ചിലർ പറയുന്നത്. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇവരുമായി പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. ഫോണിലെ ചില കോളുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത റെക്കോർഡുകൾ വീണ്ടെടുക്കാൻ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. റിൻസിയെ നാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് റിൻസി ലഹരി എത്തിച്ചെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പ്രതി ഇടപാട് നടത്തിയവരുടെ ലിസ്റ്റും ലഭിച്ചിട്ടുണ്ട്. വാട്സപ്പ് ചാറ്റുകൾ വൻതോതിൽ ലഹരി വാങ്ങിയതിന്റെയും വിറ്റതിന്റെയും കണക്കുകളും പോലീസിന് ലഭിച്ചു. മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിതയായ റിൻസി ലഹരി കച്ചവടത്തിനായി തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ന്യൂസ് 18 കൊച്ചി. എറണാകുളം പുത്തൻകുരിശിൽ വളർത്തുനായ്ക്ക് നേരെ കണ്ണില്ലാത്ത ക്രൂരത. 3 മാസം മാത്രം പ്രായമുള്ള നായ്ക്കുട്ടിയുടെ ദേഹത്ത് കെമിക്കൽ ലായനി ഒഴിച്ചെന്നാണ് പരാതി. നായയുടെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ആന്തരിക അവയവങ്ങൾക്കും പൊള്ളലേറ്റു. കുറ്റക്കാരെ കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകി. വീട്ടിൽ ആരുമില്ലാതിരുന്ന നേരം നോക്കിയാണ് 3 മാസം പ്രായമായ പൂപ്പിയോട് അജ്ഞാതൻ ഈ ക്രൂരത കാട്ടിയത്. നയന വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ച് പേടിച്ചിരിക്കുന്ന പൂപ്പിയെ. മൃഗാശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് എന്തോ രാസവസ്തു പൂപ്പിയുടെ മേൽ ഒഴിച്ചെന്ന് സ്ഥിരീകരിച്ചത്. അടുത്തുണ്ടായിരുന്ന ഫെലിക്കൻ ഹോസ്പിറ്റലായിരുന്നു. അവരവിടെ വന്ന് തന്നെ അവനെ മാക്സിമം നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തു. അത് ലാബ് ടെസ്റ്റിലാണ് അറിയണത് ഇതെന്തോ കെമിക്കൽ തന്നെയാണെന്ന് പറഞ്ഞു. വെള്ളമൊന്നുമല്ല, കെമിക്കൽ എന്തോ വീണതാണ്. കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട്. ഒരു കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായിട്ടുള്ളൂ. ചെവിക്കാണെങ്കിലും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? അവർ ആ ഡോക്ടർ വായ പൊളിച്ച് നോക്കി. അപ്പം അതിൻ്റെ ഞാൻ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ വായും നാക്കും ഒക്കെ പൊള്ളിയിട്ടുണ്ട്. അപ്പം അത് ഇന്റേണൽ ഓർഗൻസിനെ, ത്രോട്ടടക്കം ഇന്റേണൽ ഓർഗൻസിനെ ബാധിച്ചിട്ടുണ്ട്. കുട്ടികളോടൊപ്പം ഓടിക്കളിച്ച് എല്ലാവരുടെയും പൊന്നോമനയായി നടന്ന പൂപ്പിക്കിപ്പോൾ ആളുകളെ കാണുമ്പോൾ പേടിയാണ്. നായക്കുഞ്ഞിനോട് ഈ ക്രൂരത ചെയ്തവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. മനുഷ്യനാണേലും മൃഗമാണേലും ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. അത് നമ്മുടെ കയ്യിൽ വന്ന് പെട്ടുകൊണ്ട് ഈ അപ്പൻ്റെ അമ്മയുടെയും കൂടെ വന്നുകൊണ്ടാണ് എനിക്കിത് വന്നതെന്ന് ഇനി ആ പട്ടിക്കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അവൻ്റെ അവകാശം നേടിയെടുത്തു കൊടുക്കാൻ നമ്മൾ കൂടെ നിൽക്കും. ന്യൂസ് 18 കൊച്ചി. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ കടുംപിടുത്തം ഉപേക്ഷിച്ചതോടെ സമസ്തയുമായി ചർച്ചയ്ക്ക് വഴി തെളിയുന്നു. സർക്കാർ ക്ഷണിച്ചാൽ ഏതു നിമിഷവും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സമസ്ത നേതാക്കൾ പറയുന്നു. വിവാദം കൊഴുക്കുന്നതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ആഞ്ഞടിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം രംഗത്തെത്തി. കേരളത്തിലെ സർവകലാശാല വിസിമാർ മുഴുവൻ സംഘികളാണെന്ന് സുപ്രഭാതം വിമർശിക്കുന്നു. ചാൻസലറായ ഗവർണറിലൂടെ സർവകലാശാലകളിൽ പിൻവാതിൽ ഭരണം നടത്തുന്നത് സംഘപരിവാറാണ്. ബിരുദ പഠനം 3 നിന്ന് 4 വർഷമാക്കിയതടക്കം വിദ്യാഭ്യാസ മേഖലയെ കുളം തോണ്ടുന്ന നടപടികളാണ് മന്ത്രി ആർ ബിന്ദു കൈക്കൊണ്ടത്. സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്ത ഇടതുപക്ഷം സ്വകാര്യ സർവകലാശാലകൾക്കായി പരവതാനി വിരിക്കുകയാണ്. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായ വിദ്യാർത്ഥികളെ ഓർത്തിരുന്നെങ്കിൽ കീമിന്റെ പേരിൽ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും തീ തിന്നേണ്ടി വരില്ലായിരുന്നു. കുലസ്ത്രീ വേഷധാരിയാണ് ടീച്ചറെങ്കിലും കുട്ടികൾ ആണും പെണ്ണും കെട്ട വസ്ത്രം ധരിക്കട്ടെ എന്ന പക്ഷം ബിന്ദുവിനുണ്ടെന്നും സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നു. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സമസ്ത ഉയർത്തിയ എതിർപ്പിനെ തുടർന്ന് സർക്കാർ അയഞ്ഞതോടെ ഏതു സമയത്തും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് സമസ്ത നേതാക്കൾ അറിയിച്ചു. രാവിലെയുള്ള 15 മിനിറ്റ് അധിക സമയം വൈകുന്നേരം ചേർത്താൽ 4:30 ക്ലാസ് അവസാനിക്കുന്ന രീതിയിൽ ക്രമീകരണം നടത്താനാവുമെന്നാണ് സമസ്തയുടെ നിർദ്ദേശം.
എന്നാൽ 3 മന്ത്രിസഭാ പീരീഡുകളിൽ ഓരോന്നിലും 5 മിനിറ്റ് വീതം കുറച്ചാൽ പ്രതിസന്ധി ഒഴിവാക്കാനാവുമെന്നാണ് സർക്കാർ വാദം. വിഷയത്തിൽ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം സമസ്തയുമായി ചർച്ച നടത്താനാണ് സർക്കാർ നീക്കം. ന്യൂസ് 18 കോഴിക്കോട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം മണ്ഡലം ഏറ്റെടുക്കാൻ കോൺഗ്രസിൽ നീക്കങ്ങൾ ശക്തമാവുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയായി ഉണ്ടായ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് കാരണം. പെരുമ്പാവൂർ സീറ്റുമായുള്ള കൈമാറ്റവും അജണ്ടയിലുണ്ട്. മണ്ഡല രൂപീകരണം മുതൽ കോൺഗ്രസും കേരള കോൺഗ്രസുകളും ഇവിടെ മാറി മാറി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. UDFന്റെ ഉറച്ച കോട്ടയായി മാറിയിരുന്ന മണ്ഡലം എന്നാൽ കഴിഞ്ഞ 2 തവണയായി ഇടതുമുന്നണിക്കൊപ്പമാണ്. CPMലെ ആന്റണി ജോൺ മണ്ഡലത്തിലെ ജനകീയ മുഖമായി മാറിക്കഴിഞ്ഞു. ഇക്കുറി ഏത് വിധേനയും മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നത് കോൺഗ്രസിനകത്തെ വികാരമാണ്. ചാനൽ ചർച്ചകളിലെ സജീവമുഖവും യുവനേതാവുമായ ഡോക്ടർ ജിൻഡോ ജോണിനെ ഇവിടെ മത്സരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. യാക്കോബായ സഭാ വിഭാഗത്തിനും കത്തോലിക്ക സഭയ്ക്കും ഒരുപോലെ മേധാവിത്വമുള്ള മണ്ഡലം കൂടിയാണിത്. ആദ്യ തവണ 20,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ച ആന്റണി ജോൺ പക്ഷേ കഴിഞ്ഞ തവണ വിറച്ചാണ് ജയിച്ചത്. UDF ജില്ലാ കൺവീനറും ജോസഫ് വിഭാഗം നേതാവുമായ ഷിബു തെക്കുംപുറം ആന്റണിയുടെ ഭൂരിപക്ഷം 6,000-ഓളമായി കുറച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ പ്രതീക്ഷയാണ് ജോസഫ് വിഭാഗത്തിനുള്ളത്. മണ്ഡലമാറ്റം യാതൊരു രീതിയിലും കേരള കോൺഗ്രസ് അംഗീകരിക്കില്ല. സാമൂഹ്യ സേവന പദ്ധതികളുമായി ഷിബു തെക്കുംപുറം മണ്ഡലത്തിലെ സജീവ സാന്നിധ്യവുമാണ്. പെരുമ്പാവൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയ കോൺഗ്രസിലെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉയർന്ന ആരോപണവും കേസുകളുമാണ് ഇക്കുറി അദ്ദേഹത്തിന് വിനയാകുന്നത്. ഈ സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്ത് കോതമംഗലം ഏറ്റെടുക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കത്തോലിക്ക സഭയ്ക്ക് കൂടി അഭിമിതനായ സ്ഥാനാർത്ഥി വേണമെന്ന ചർച്ചകളുമുണ്ട്. എന്നാൽ സഭ ഇതിനുവേണ്ടി നേരിട്ട് ഇറങ്ങില്ല. നിലവിലെ സാഹചര്യത്തിൽ കോതമംഗലം സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കുക എന്നതും വലിയ പൊട്ടിത്തെറിക്ക് വഴി തുറക്കാനാണ് സാധ്യത. ന്യൂസ് 18 കൊച്ചി. മുന്നണിയിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ RSP. സീറ്റ് തിരികെ ആവശ്യപ്പെടാൻ ഒരുങ്ങുന്ന RSP മട്ടന്നൂരിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ്. കൊല്ലം ജില്ലയിൽ കൂടുതൽ സീറ്റ് വേണമെന്നും ആവശ്യമുണ്ട്. കൊല്ലം ലഭിക്കുകയാണെങ്കിൽ ഷിബു ബേബി ജോൺ ചവറയിൽ നിന്നും മാറിയേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ വിലപേശൽ തന്ത്രം തന്നെയാണ് RSPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിലുള്ള 5 സീറ്റുകൾക്ക് പുറമെ 2 സീറ്റുകൾ കൂടി അധികമായി വേണമെന്ന ആവശ്യമാകും RSP UDFന് മുമ്പിൽ വെക്കുക. അതല്ല എങ്കിൽ ജയസാധ്യതയുള്ള 2 സീറ്റുകൾ തങ്ങൾക്ക് വെച്ചുമാറണം. ഈ ഒരു ഓപ്ഷനാണ് RSP മുമ്പോട്ട് വെക്കുന്നത്. അതിൽ തന്നെ തിരുവനന്തപുരത്തെ വാമനപുരവും അതോടൊപ്പം ആലപ്പുഴയിലെ അമ്പലപ്പുഴയും 2021 സമാനമായ തരത്തിൽ ഈ 2 സീറ്റുകൾ അധികമായി നൽകണമെന്ന ആവശ്യം RSPയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ സീറ്റ് വീതം വെപ്പിൽ RSPയുടെ ആ ആവശ്യം പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോയി. പക്ഷേ ഇത്തവണയും സമാനമായ ആവശ്യം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് RSP നേതൃത്വം മുമ്പോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ചവറയിൽ നിന്ന് മാറി ഷിബു ബേബി ജോണിനെ സുരക്ഷിതമായ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്ന കാര്യവും സജീവമായി തന്നെ RSP നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. അതേസമയം ഒരു വിഭാഗം കടുത്ത വിയോജിപ്പാണ് ഈ നീക്കത്തോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ 1100-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് ഷിബു ബേബി ജോണിന് ചവറയിൽ പരാജയം സംഭവിച്ചത്. RSPയുടെ ഒരു കോട്ട തന്നെയാണ് ചവറ. അവിടെ കൃത്യമായ പ്രവർത്തനം നേരത്തെ മുതൽ തന്നെ തുടങ്ങാനായാൽ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനം സജീവമാക്കിയാൽ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന നിഗമനത്തിലാണ് RSP ഉള്ളത്. അതുകൊണ്ട് സീറ്റ് വെച്ചുമാറി മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകേണ്ട കാര്യം ഷിബു ബേബി ജോൺ ഇല്ല എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വസ്തർ പറയുന്നത്. എന്തായാലും അധിക സീറ്റുകൾ വേണമെന്ന കാര്യം ഔദ്യോഗികമായി തന്നെ മുന്നണി നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് RSP. ഈ മാസം ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് RSP നേതൃത്വം വ്യക്തമാക്കുന്നത്. PK ശശിയെ തള്ളി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. മണ്ണാർക്കാട് നഗരസഭയിൽ വ്യാപകമായി അഴിമതി നടന്നു എന്നതാണ് പാർട്ടി നിലപാട്. അതിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞാൽ പാർട്ടി ഘടകം അത് അന്വേഷിക്കുമെന്നും ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ഒരു വ്യക്തിയെ തകർത്ത് കളയാനല്ല, നടപടി എപ്പോഴും തെറ്റ് തിരുത്തി പൂർവാധികം ശക്തിയോടുകൂടി പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നടപടി സംഘടനാ നടപടിക്രമം മാത്രമാണ് ഇത്തരം വിവിധ ഘടകങ്ങളിൽ നിന്നുള്ള നടപടി. അതാണ് CPM കാണുന്നത്. ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു വ്യക്തിയെയും നടപടിയെടുത്ത് പൂർണ്ണമായും തകർത്ത ചരിത്രം ഈ പാർട്ടിക്കില്ല. അങ്ങനെ ഒരു പാരമ്പര്യം ഈ പാർട്ടിക്കില്ല. ഏതൊരു പാർട്ടി നേതാവിനെതിരായി നടപടിയെടുത്താലും ചെയ്ത തെറ്റിനുള്ള അതിൻ്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു നടപടി മാത്രമാണ്, ശിക്ഷ മാത്രമാണ്.
അത് തിരുത്തി പൂർവാധികം ശക്തിയോടുകൂടി അതിൻ്റെയും മുകളിലുള്ള ഉപര കമ്മിറ്റിയിലേക്ക് വരാം. അതാണ് ഈ പാർട്ടിയുടെ പ്രത്യേകത. പാലക്കാട് മണ്ണാർക്കാട് CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പടക്കമെറിഞ്ഞ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത അഷ്റഫിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കലാപശ്രമം, അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ കൈവശം വെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം നിരവധി കേസുകളിൽ പ്രതിയായ സാമൂഹ്യ വിരുദ്ധനാണ് പടക്കമെറിഞ്ഞതെന്നും പ്രതിക്ക് CPMവുമായി ബന്ധമില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ മധാപുരം ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അജിത് കുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ നീതി തേടി തമിഴക വെട്രി കഴകം നേതാവും നടനുമായ വിജയ് ശിവാനന്ദശാലയിൽ TVKയുടെ വമ്പൻ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. മാപ്പല്ല, നീതിയാണ് വേണ്ടത് എന്ന പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു വിജയുടെ പ്രതിഷേധം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനോട് ചോദ്യങ്ങളുമായാണ് വിജയ് വേദിയിലെത്തിയത്. പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷമുള്ള വിജയുടെ ആദ്യ രാഷ്ട്രീയ റാലിയാണ്. வெள்ளை அறிக்கை வேண்டும், போதாது போதாது, பொய் மன்னிப்பு போதாது, நீதி வேண்டும் நீதி வேண்டும். അജിത് കുമാർക്ക് ആക്സിയം 4 ദൌത്യസംഘത്തിന്റെ മടക്കയാത്ര നാളെ വൈകിട്ട് 4:35-ന്. ചൊവ്വാഴ്ച ഉച്ചയോടെ ഡ്രാഗൺ പേടകം പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൌൺ ചെയ്യുമെന്നാണ് വിവരം. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 7:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ യാത്രയയപ്പ് ചടങ്ങും നടക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള ദൌത്യസംഘം നാളെ മടങ്ങും. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച വൈകിട്ട് 4:35-ന് ആക്സിയം 4ന്റെ ഭാഗമായ ഡ്രാഗൺ പേടകത്തിന്റെ അൺഡോക്കിംഗ് പൂർത്തിയാകുമെന്നാണ് വിവരം. ഉച്ചയ്ക്ക് 2 മണിയോടെ ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നാസയും ആക്സിയം സ്പേസും സംപ്രേഷണം ചെയ്ത് തുടങ്ങും. 2:25-ഓടെ 4 ബഹിരാകാശ യാത്രികരും പേടകത്തിനകത്ത് പ്രവേശിക്കും. തുടർന്ന് 4:15-ഓടെയാണ് അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിക്കുക. 4:35-ഓടെ ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപെടുന്ന പേടകം നീണ്ട 23 മണിക്കൂറോളം യാത്ര ചെയ്താകും ഭൂമിയിലെത്തുക. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാകും കാലിഫോർണിയ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്യുക. തുടർന്ന് യാത്രികരെ സ്പേസ് എക്സ് കപ്പലിലേറ്റി തീരത്തേക്ക് കൊണ്ടുപോകും. പിന്നാലെ ഇവർക്ക് 7 ദിവസത്തെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലൂടെ കടന്നുപോകണം. ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി വീണ്ടും പൊരുത്തപ്പെട്ടു വരുന്നതിനാണ് ഈ വിശ്രമ പരിപാടി. നീണ്ട 17 ദിവസത്തെ ദൌത്യത്തിനിടെ 60-ലധികം പരീക്ഷണങ്ങളിലേർപ്പെട്ട ദൌത്യസംഘം ഇതിന്റെ വിവരങ്ങളടങ്ങിയ 580 പൗണ്ട് ചരക്കുമായാകും മടങ്ങിയെത്തുക. ഇന്ന് രാത്രി 7:30-ന് ആക്സിയം 4 സംഘത്തിന് അന്താരാഷ്ട്ര സംഘത്തിന്റെ പ്രത്യേക യാത്രയയപ്പ് നൽകും. ചടങ്ങിൽ ദൌത്യത്തിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കർണാടക ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരകളിലെ വെളിപ്പെടുത്തലിൽ നിർണായകമായത് സൗജന്യ എന്ന പെൺകുട്ടിയുടെ കൊലപാതക കേസാണ്. കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന സൗജന്യയുടെ മൃതദേഹം വീടിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. പിന്നീട് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ നടത്തിയ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വരെ എത്തിച്ചത്. നീതിക്കായി ഇന്നും സൗജന്യയുടെ കുടുംബം പോരാട്ടം തുടരുകയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 2012 ഒക്ടോബർ 9-നാണ് ധർമ്മസ്ഥലയിലെ കോളേജ് വിദ്യാർത്ഥിനിയായ സൗജന്യ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത്. കോളേജിൽ നിന്നും വീട്ടിലേക്ക് വരുന്നതിനിടെ ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് സൗജന്യയെ കാണാതാവുന്നത്. പിന്നീട് സ്കൂൾ യൂണിഫോമും ಬ್ಯಾಗುം ಉൾപ്പെടെ ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2012ರಲ್ಲಿ ನನ್ನ ಮಗಳ ಅತ್ಯಾಚಾರ ಮಾಡಿ ಕೊಲೆ ಮಾಡಿದ್ದಾರೆ ನೇತ್ರಾವತಿಯಲ್ಲಿ. ಬಸ್ಸಿನಿಂದ ಇಲ್ಲಿದ್ದು ನಡ್ಕೊಂಡು ಬರುವಾಗ ಅಂದರೆ ಬೆಳಿಗ್ಗೆ ಏನು ತಿನ್ನದೆ ಮಗು ಹೋಗಿದ್ದಾಳೆ. ಮಧ್ಯಾಹ್ನ ಊಟಕ್ಕೆ ಬರ್ತೇನೆ ಅಂತ ಹೇಳಿ 4 ಕಾಲಿಗೆ ನೇತ್ರಾವತಿ ದಾಟಿದ್ದಾಳೆ. ನೇತ್ರಾವತಿಯಿಂದ ಕಿಡ್ನಾಪ್ ಮಾಡಿ ಅತ್ಯಾಚಾರ ಮಾಡಿ ಮೈಯಲ್ಲಿ ಎಷ್ಟು ಜಾಗಿದಷ್ಟಕ್ಕೆಲ್ಲ ಕಚ್ಚಿ കൊല ಮಾಡಿದ್ದಾರೆ. കാർക്കട സ്വദേശിയെ പ്രതി ചേർത്ത് കേസെടുത്തിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചു. ഇയാളല്ല കൊലയാളിയെന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൃത്യവിലോപം ചർച്ചയാവുകയും ഇവരിലൊരാളെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. ആ അമ്മയുടെ കരച്ചിലാണ് ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ഈ സമൂഹം കേൾക്കുന്നുണ്ട് അമ്മയുടെ കരച്ചിൽ. ഒരുപാട് വിഷമമുണ്ട്. ഒരു പ്രതി എന്ന് പറഞ്ഞ് ഒരു നിരപരാധിയെ പിടിച്ചകത്തിട്ടു. 6 വർഷം അവനെ ശിക്ഷിച്ചു. എന്നിട്ടോ കുറ്റം ചെയ്ത ആരാണ് ഇതുവരെ പിടിക്കാൻ പറ്റില്ല. അവനെ വെറുതെ വിട്ടു കോടതി. വെറുതെ വിട്ട് ഇപ്പോൾ എല്ലാവരും ഈ മഹേഷ് ഷെട്ടി തിമറോടി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ പോരാട്ടം നടത്തും, സൗജന്യ പോരാട്ടം. പക്ഷേ ഇതുവരെ ഇനി എന്തൊക്കെയോ മുടന്ത ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ഇത് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട്, കോടതിയുടെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് കടലാസുകളും കാര്യങ്ങളും അതിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ തിരുമറി നടത്തുകയാണ്. എന്താണ് ഇതിൻ്റെ പുറകിൽ? ആരാണ് സാറേ? ഈ അമ്മയുടെ കണ്ണീരിന് വിലയില്ലേ? ഇതൊരു കണ്ണുനീരല്ലേ? ഒരു പെൺകുട്ടിയുടെ ബലാത്സംഗം ചെയ്ത കൊലപാതകമാണ്. ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച്
പ്രക്ഷോഭം ശക്തമാക്കുന്നതിനിടെയാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത്. ഇതോടെയാണ് സൗജന്യ വധക്കേസ് വീണ്ടും ചർച്ചയായത്. നീതിക്കായി ഇന്നും ഇവരുടെ കുടുംബം പോരാട്ടം തുടരുകയാണ്. 2012 ഒക്ടോബർ 9 അതിക്രൂരമായി കൊല്ലപ്പെട്ട സൗജന്യയുടെ മൃതദേഹമാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഇനിയും നീതി ലഭിച്ചിട്ടില്ല. നീതിക്കായുള്ള പോരാട്ടം ഇപ്പോഴും തുടരുന്നു. ധർമ്മസ്ഥലയിലെ സൗജന്യയുടെ വീട്ടിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ഗുഡ്സ് ട്രെയിനിന് തീപിടിച്ച അപകടം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോവുകയായിരുന്ന ട്രെയിനാണ് പാളം തെറ്റിയ ശേഷം തീപിടിച്ചത്. ആളപായമില്ല. 7.5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായി അണച്ചത്. അപകടത്തെ തുടർന്ന് കേരളത്തിലേക്ക് അടക്കമുള്ള ട്രെയിൻ ഗതാഗതം താറുമാറായി. ചെന്നൈ തുറമുഖത്തിൽ നിന്ന് മൈസൂരുവിലേക്ക് ഡീസൽ നിറച്ച വാഗണുകളുമായി പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 5 മണിയോടെ തിരുവള്ളൂരിൽ വെച്ച് ഒരു ബോഗി പാളം തെറ്റുകയും പിന്നാലെ തീപിടിക്കുകയുമായിരുന്നു. തീ 10 വാഗണുകളിലേക്ക് കൂടി പടർന്നതോടെ ആളി കത്തി. അൻപത്തിരണ്ട് വാഗണുകളുള്ള ട്രെയിനിൽ 30,000 ലിറ്റർ ഡീസൽ ഉണ്ടായിരുന്നു. മറ്റ് വാഗണുകൾ വേർപിടിവിച്ചും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും വലിയ അപകടം ഒഴിവാക്കി. ജനവാസ മേഖലയായതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ആളുകളെ ഒഴിപ്പിച്ചു. 5:30 AM at Tiruvallur railway station there is a train accident, a diesel goods train from Manali to Jolarpet and onward to Karnataka got fire near the Tiruvallur railway station and 5 bogies have started the initial fire. അപകടത്തെ തുടർന്ന് ട്രെയിൻ ഗതാഗതം താറുമാറായി. ചെന്നൈ സെൻട്രൽ മൈസൂരു വന്ദേ ഭാരത്, ചെന്നൈ സെൻട്രൽ മൈസൂരു ശതാബ്ദി എക്സ്പ്രസ്, ചെന്നൈ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് ഉൾപ്പെടെ 8 ട്രെയിനുകൾ റദ്ദാക്കി. പല ട്രെയിനുകളും വഴിതിരിച്ചുവിട്ടു. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ രാഷ്ട്രീയ പോര് രൂക്ഷമാകുന്നു. AAIBയുടെ പ്രാഥമിക റിപ്പോർട്ട് പാർലമെന്റിലടക്കം ചോദ്യം ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പൈലറ്റുമാരെ സംശയനിഴലിൽ നിർത്തരുതെന്നും അന്വേഷണം സുതാര്യമാക്കണമെന്നുമാണ് ആവശ്യം. AAIBയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പല കോണിൽ നിന്നും വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയരുകയാണ്. തീർത്തും അവ്യക്തത നിറഞ്ഞ റിപ്പോർട്ട് എന്തിനു പുറത്തുവിട്ടു എന്നതാണ് പ്രധാന ചോദ്യം. മാത്രമല്ല, കോക്പിറ്റിലെ പൂർണ്ണമായ സംഭാഷണം പുറത്തുവിടാതെ ചില വാചകങ്ങൾ മാത്രം അടർത്തിയെടുത്ത് റിപ്പോർട്ടിൽ ചേർത്തത് പൈലറ്റുമാരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ്. ചോദ്യവും ഉത്തരവും ആരുടേതെന്ന് വ്യക്തമാക്കാത്തതിലും ഗുരുതര പിഴവുണ്ട്. ലോക്കിംഗ് സിസ്റ്റത്തിന്റെ തകരാറ് മൂലം ബോയിങ് വിമാനങ്ങളിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ച് നീങ്ങാനിടയുണ്ടെന്ന 2018 FIA മാർഗരേഖയിൽ എയർ ഇന്ത്യ പരിശോധന നടത്താതിരുന്നത് എന്തുകൊണ്ട് എന്നതിനും മറുപടി ലഭിക്കേണ്ടതുണ്ട്. അതിനിടെ പൈലറ്റുമാരെ മാത്രം സംശയമുനയിൽ നിർത്തുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്തെത്തി. അന്വേഷണം കൂടുതൽ സുതാര്യമാക്കണം. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം 2 ദിവസം മുമ്പ് തന്നെ വിദേശ മാധ്യമങ്ങൾക്ക് ചോർന്നതടക്കം പാർലമെന്റിൽ ചോദ്യം ചെയ്യാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പൈലറ്റുമാരുടെ സംഘടനയായ എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാദപൂജ വിവാദത്തിൽ പ്രതികരിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗുരുപൂജ നമ്മുടെ സംസ്കാരമാണ്. ചിലർ ഇതിനെ എതിർക്കുന്നുവെന്നും ഇവർ ഏത് സംസ്കാരത്തിൽ നിന്ന് വരുന്നവരാണെന്ന് മനസ്സിലാവുന്നില്ലെന്നും ഗവർണർ പറഞ്ഞു. Biggest seer himself, though he was a shishya, he also had very good reverence for his gurus. And that is the reason why he always used to pray, he always used to bow before the gurus. Just today morning, I read one news item in the newspaper, and that it was disturbing. You also must have read it. You must also have seen that yesterday, or you must have heard of it. Some of the schools in our state, they perform Guru Puja. Guru Puja is our culture, and in that culture, we offer flowers at the feet of our Guru. And some people have objected to it. I don't understand from which culture these people are coming. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച്
അധികൃതർ. നിലവിൽ സർവീസ് റോഡിന് അനുമതിയിൽ നിന്ന് വാഹനങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് റോഡിന് അനുമതി നൽകാത്തത്. മലപ്പുറം വളാഞ്ചേരി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ വട്ടപ്പാറയിൽ സർവീസ് റോഡ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എന്നാൽ വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനാണ് അധികൃതരുടെ തീരുമാനം. സർവീസ് റോഡ് പ്രാവർത്തികമായാൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുമെന്ന സാധ്യത കണക്കിലെടുത്താണ് തീരുമാനമുള്ളത്. വട്ടപ്പാറയിൽ നിന്നും താഴേക്കിറങ്ങുന്ന സമയം വാഹനങ്ങൾക്ക് വേഗത കൂടാൻ ഇടയാകുമെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുമാണ് നിഗമനം. ദേശീയപാത അധികൃതർക്ക് നാട്ടുകാർ റോഡുമായി ബന്ധപ്പെട്ട് പെറ്റീഷൻ നൽകിയിരുന്നു. കൂടാതെ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ കൂരിയാട്ടെ അപകടത്തിന് ശേഷം നിർമ്മാണ കമ്പനി പല ഭാഗങ്ങളിലും റോഡിന്റെ പണികൾ സൂക്ഷ്മമായാണ് ചെയ്തു വരുന്നത്. മണ്ണിന്റെ ഗതിയിലെ വ്യത്യാസമാണ് സർവീസ് റോഡ് ബന്ധിപ്പിക്കാൻ കഴിയാത്തതെന്ന് സ്ഥലം സന്ദർശിച്ച പ്രൊജക്ട് ഡയറക്ടർ വ്യക്തമാക്കി കഴിഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങൾ അനവധിയുള്ളതുകൊണ്ടാണ് സർവീസ് റോഡ് നിർത്തലാക്കാൻ കാരണമെന്നുമാണ് പ്രൊജക്ട് നൽകുന്ന വിവരം. എന്നാൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. ഇപ്പോൾ ഈ ഓണിയൽ പാലത്തു നിന്നുള്ള ആക്സസ് നിന്നും ആ ഒരു റോഡിലൂടെ മാത്രമാണ്. വളാഞ്ചേരി സംബന്ധിച്ചിടത്തോളം ഈ കോഴിക്കോട് റോഡിന് ഉപരിയായിട്ട് പെരിന്തൽമണ്ണ റോഡ്, അതുപോലെ പട്ടാമ്പി റോഡ് എന്നുള്ള ലേക്ക് വളാഞ്ചേരിയിലോട് ഇറങ്ങേണ്ട ഒരു ആക്സസ് കൂടിയാണ് ഈ സർവീസ് റോഡ് എന്നുള്ളത്. അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമര സന്നാഹവുമായിട്ട് ഈ ആക്ഷൻ സമിതി മുന്നോട്ട് പോകും. ഹൈവേ അധികൃതരുമായും നിർമ്മാണ കമ്പനിയുമായും ചർച്ചകൾ നടത്തി പുതിയ ഡിസൈൻ തയ്യാറാക്കുന്ന സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോഴും കൂരിയാട് ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നിർമ്മാണം അതീവ ശ്രദ്ധയോടെ തീരുമാനമെടുത്ത് പൂർത്തീകരിക്കാനാണ് അധികൃതരുടെ നിലപാട്. ന്യൂസ് 18 തിരൂർ. കോതമംഗലം കോട്ടപ്പടിക്ക് സമീപം കുർബാനപ്പാറയിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി. കുർബാനപ്പാറയിലെ കിണറ്റിലാണ് കുട്ടിയാന വീണത്. ഇന്ന് രാവിലെ 6:30 വനപാലകരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് കിണറിടിച്ചാണ് ആനയെ കരയ്ക്ക് കയറ്റിയത്. സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ബാക്കിന് അന്നേരം ഒച്ചെടുക്കും ഇടിച്ചിടാന്നേ. ശരി, ഇടിച്ചിടാ.